കാണുന്നത് വന്ദേ ഭാരത് ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇ.പി. ജയരാജൻ ആ ട്രെയിനിലാണ് ഉണ്ടാവുക. അദ്ദേഹം വന്നിറങ്ങി പാലക്കാട് പാർട്ടി നൽകിയിരിക്കുന്ന വാഹനത്തിൽ അദ്ദേഹം പാലക്കാടേക്ക് തിരിക്കും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാലക്കാടേക്കുള്ള യാത്ര തിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ണൂരിൽ വെച്ച് കണ്ടതാണ്. അതിനുശേഷം ഷൊർണൂരിൽ വന്നിറങ്ങുമ്പോൾ അദ്ദേഹം കാണുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ വാർത്താ താരം എന്തായാലും ഇ.പി. ആണ്. കാരണം ഇ.പി.യുടെ നീക്കങ്ങൾ അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. CPM നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇ.പി. ജയരാജൻ ഇപ്പോൾ വേഗത്തിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നത് എന്നതാണ് വിവരം. കാരണം പാലക്കാട്ട് CPM-നെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയതാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രധാന നേതാവ് തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായോ എന്ന ചർച്ചകൾ. എന്തായാലും ആത്മകഥ തള്ളിപ്പറഞ്ഞു ഇ.പി. ജയരാജൻ. പിന്നാലെ ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന നിലപാടും അദ്ദേഹം എടുത്തു. എന്തായാലും ഇ.പി. ജയരാജൻ്റെ ഇന്നത്തെ ദിവസത്തെ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വൈകിട്ട് നടക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുക. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളും പ്രസ്താവനകളും ഒക്കെ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇ.പി. ജയരാജൻ ഇപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങി, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുകയാണ്. ഇ.പി. ജയരാജൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. രാവിലെ കണ്ണൂരിൽ നിന്നും യാത്ര തിരിച്ച അദ്ദേഹം അദ്ദേഹത്തിന് വാ UR പ്രദീപ് ഈ വിഷയത്തില് അത് തെരഞ്ഞെടുപ്പ് ദിവസം ഈ സാധനം വന്നതിൽ ഗൂഢാലോചന ഉണ്ട്, ഈ സംഭവം പുറത്തു വന്നതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞു. ആ അഭിപ്രായം ഇപ്പിക്കുള്ളൂ. തെരഞ്ഞെടുപ്പ് ദിവസം ഇത് പുറത്തു വന്നതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് UR പ്രദീപ് പറയുന്നത്. പാലക്കാട് എത്തിയിരിക്കുകയാണ്. അതിനെപ്പറ്റി സരിനെ വിളിച്ചിരുന്നോ? നിങ്ങൾ അവിടെ വരൂ. LDF-ന്റെ ജലകേരള സ്ഥാനാർത്ഥിയാണ് ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സമയം കളയുന്നത്. നിങ്ങൾ അവിടെ വരും. വണ്ടി വെക്കണം. ഇ.പി. ജയരാജൻ ഇപ്പോൾ തൽക്കാലം പ്രതികരിക്കുന്നില്ല. അത് അദ്ദേഹം അറിയിച്ചിരുന്നതാണ് നേരത്തെ തന്നെ. അദ്ദേഹം പാലക്കാട് വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു വാർത്താ സമ്മേളനമായി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. വൈകിട്ടാണ് അദ്ദേഹത്തിന് പരിപാടി ഉള്ളത്. അതിനു മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ വിശദമായി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഈ വിവാദ വിഷയങ്ങളിലൊക്കെ നിലപാടെടുക്കും. പ്രത്യേകിച്ച് ഈ പി സരീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇ.പി. ജയരാജൻ ഈ പൊതുപരിപാടിക്ക് മുമ്പ് തന്നെ നിലപാടെടുക്കുകയും അത്തരം നീക്കങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബി അരുൺ കൊണ്ട് ഒപ്പം. അരുൺ, ഇ.പി. ജയരാജൻ പ്രതികരിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പാലക്കാട് വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണോ നിലപാട്? അതുതന്നെയാണ്. അദ്ദേഹം ഇപ്പോഴെ മാധ്യമങ്ങൾ ഷൊർണൂരിലെത്തുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കില്ല, പാലക്കാട് മാധ്യമങ്ങളെ കാണാം എന്നൊരു അറിയിപ്പാണ് ഇ.പി. ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയും ഒക്കെ ഇ.പി. ജയരാജൻ സംസാരിച്ചതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് പാലക്കാട് മാധ്യമങ്ങളെ കാണും. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്ന നിലപാടാണ് ഇ.പി. സ്വീകരിക്കുന്ന സാഹിത്യ. അരുണുമൊപ്പം ഇ.പി. ജയരാജനൊപ്പം അരുൺ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. എന്തായാലും ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പാലക്കാട് സംസാരിക്കില്ല. പക്ഷേ ഇ.പി. ജയരാജൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ? ഈ പി സരിൻ എന്ന സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞു എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഇന്നലെ ഉണ്ടായപ്പോൾ ഇന്ന് ഇ.പി. ജയരാജൻ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്ത് എന്നത് പ്രധാനപ്പെട്ടതാണ്. നേരത്തെ തന്നെ പാലക്കാട്ടെ CPM-ന്റെ പ്രചാരകരുടെ പട്ടികയിൽ ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം അവിടേക്ക് എത്തിച്ചേർന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വരികയാണ്. പൊടുന്നനെ ഒരുപക്ഷെ ഈ ആത്മകഥ വിവാദമുണ്ടായതിന് ശേഷം വളരെ പെട്ടെന്ന് പാർട്ടി പരിപാടികളിൽ കൂടുതൽ സജീവമാവുകയാണ് ഇ.പി. ജയരാജൻ എന്ന പ്രത്യേകതയുമുണ്ട്. നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ഈ വിവാദം ഇന്നലെ എങ്ങനെ ഉണ്ടായി എന്ന കാര്യം CPM വിശദമായി തന്നെ പരിശോധിക്കുന്നു എന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീജിത്ത് നമുക്കൊപ്പം ഉണ്ട്. ശ്രീജിത്ത്, ഇ.പി. ജയരാജൻ വരികയാണ്, പാലക്കാട്ടേക്ക് കടന്നു വരികയാണ്. ഇന്ന് CPM എന്തൊക്കെ പരിപാടികളാണ് ഇ.പി. ജയരാജനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ എന്തൊക്കെ ക്യാമ്പയിൻ പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്?
ഒരു പൊതുയോഗമാണ് ഔദ്യോഗികമായി ഇതുവരെ പറഞ്ഞിട്ടുള്ളത് സജിത്ത്. അതിന് മുന്നോടിയായി ചിലപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ വെവ്വേറെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ഒരുമിച്ച് വാർത്താ സമ്മേളനത്തിനും സാധ്യതയുണ്ട്. എന്തായാലും ഏതാണ്ട് 1 മണിക്കൂറുടെ കഴിഞ്ഞാൽ EP പാലക്കാടേക്ക് എത്തും. ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്ക് ഏതാണ്ട് അത്ര സമയം മതിയാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും CPM-ന്റെ നീക്കങ്ങൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ തന്നെ പറഞ്ഞു, ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓഫീസും VD സതീശനും ചേർന്നുകൊണ്ട് നടത്തിയൊരു നീക്കമാണ്. ഇങ്ങനൊരു ടെക്സ്റ്റ് പുറത്തു വന്നത് അത് DC ബുക്സിന്റെ ആണ് എന്ന് പോലും സരിൻ പറയുന്നില്ല. അവർക്കിതിൽ പങ്കുണ്ട് എന്നും കരുതുന്നില്ല. ഇതാണ് അവരുടെ ടെക്സ്റ്റ്, അതായത് പുറത്തു വന്ന ഈ PDF ആണ് അവരുടെ അന്തിമമായ ഡ്രാഫ്റ്റ് എന്ന് DC ബുക്സ് പോലും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് സരിൻ ചോദിക്കുന്നത്. ഏതാണ്ട് 10:30 ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുന്നുണ്ട്. CPM ഇതിൽ പ്രതിരോധം തുടങ്ങിക്കഴിഞ്ഞു. EP-യെ കൊണ്ടുവരിക, അതിനും അപ്പുറത്തേക്ക് പാർട്ടി തലത്തിൽ തന്നെ പ്രതിരോധം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും വിവാദത്തെ നേരിട്ട് പിടിക്കാൻ രാവിലെ സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും തയ്യാറായില്ല. വിവാദങ്ങൾക്ക് പിന്നാലെയാണ് മറ്റു മുന്നണികൾ തങ്ങൾക്കതൊന്നുമല്ല തങ്ങളുടെ അജണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് രാഹുൽ ചെയ്തത്. VD സതീശനെതിരെ ആരോപണം വരുമ്പോൾ VD സതീശന്റെ നിലപാട് എന്ത് എന്നുള്ളതും ഇന്ന് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചൂടേറിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നു. CPM നേരിട്ട് EP-യെ തൊട്ടടുത്ത ദിവസം, ഈ വിവാദമുണ്ടായി തൊട്ടടുത്ത ദിവസം അതേ സരിന് വേണ്ടി തന്നെ രംഗത്തിറക്കിക്കൊണ്ട് മറുപടി പറയിക്കാൻ ഒരുങ്ങുകയാണ് CPM എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഗൂഢാലോചനയാണ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നു എന്ന് വരുത്താൻ ഉള്ള വലിയ ശ്രമം തന്നെ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. തൊട്ടിപ്പുറത്ത് EP പറഞ്ഞത് കേവലം ഇപ്പോൾ പറഞ്ഞൊരു കാര്യമല്ല. EP-യുടെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകം തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും പാർട്ടി നേതാക്കൾക്കിടയിലും ഒക്കെ ഉള്ളതാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായുള്ള സ്വാരസ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് കേരളം. അതുകൊണ്ട് തന്നെ അതിനായിരിക്കും ജനം പ്രാമുഖ്യം നൽകുക എന്ന് കോൺഗ്രസും ഒപ്പം തന്നെ BJP-യും ഇന്നലെ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ വിവാദം കത്തി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. EP-യുടെ വരവും EP-യുടെ ഓരോ വാക്കുകളും ഇന്നത്തെ പാലക്കാടൻ രാഷ്ട്രീയത്തിൽ 2-3 ദിവസത്തേക്കുള്ള രാഷ്ട്രീയത്തിലെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായി മാറും സജിത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. EP ജയരാജന്റെ കടന്നുവരവ് അത് പൊടുന്നനെ ഉണ്ടായതാണ്. കാരണം അദ്ദേഹം ഇന്ന് പ്രചരണ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഈ വിവാദങ്ങൾക്ക് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് CPM ആ തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, UDF അല്ലെങ്കിൽ BJP ഈ EP വിവാദം എത്ര കണ്ട് സംസ്ഥാന ഈ VD സതീശന്റെ നീക്കം നമ്മൾ ഇന്നലെ കണ്ടതാണ്. കാരണം VD സതീശൻ ഇത് ബുക്ക് പിൻവലിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്നതാണ് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട്. ഈ പ്രതിപക്ഷം പ്രത്യേകിച്ച് UDF ഈ EP വിവാദത്തെ ഏതൊക്കെ തരത്തിലാണ് ഏറ്റെടുക്കുന്നത്? ഈ നേതാക്കളുടെ പ്രസ്താവനയ്ക്കൊപ്പം പ്രചരണ രംഗത്തേക്ക്, ക്യാമ്പയിൻ രംഗത്തേക്ക് ഈ വിഷയം അവർ ഏറ്റെടുത്തിട്ടുണ്ടോ? തീർച്ചയായും ക്യാമ്പയിൻ രംഗം പൊതുവേദികളിലൊക്കെ തന്നെയും ഇത് പറയുന്നുണ്ട്. UDF ഇന്നലെ പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായ വാർത്താ സമ്മേളനം നടത്തി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതിനുമപ്പുറത്തേക്ക് പൊതുയോഗങ്ങളിലും പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കത്തിൽ മുതൽ തന്നെ ഈ കോൺഗ്രസിലെ വിവാദമുണ്ടായപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ലൈൻ അതായിരുന്നു. അതായത് വിവാദങ്ങൾക്കല്ല പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയായിരുന്നു അത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം രാഹുൽ ചെയ്തത്. ഇവിടെയും അത് തന്നെ സ്വീകരിക്കുന്നു. അതേസമയം തന്നെ പാർട്ടി അതിന്റെ പ്രചരണം EP-യുടെ വിഷയത്തിലുണ്ടായ കാര്യത്തിൽ പ്രചരണം നടത്തുന്നു എന്നതാണ് ഇന്നലെ കണ്ടത്. BJP അത് തന്നെയാണ് ചെയ്യുന്നത്. EP സത്യസന്ധനായ ആളാണ്, തുറന്നു പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് EP-ക്ക് സംരക്ഷണം നൽകുമെന്ന് K. സുരേന്ദ്രൻ അടക്കം പറയുന്നതും കണ്ടതാണ്. അങ്ങനെ BJP-യും കോൺഗ്രസും ഇത് ആയുധമാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആയുധമാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതുവരെ പ്രചരണത്തിലെത്താതിരുന്ന EP-യെ ഇതേ ദിവസം തന്നെ ഒരു ദിവസം പോലും മാറ്റിവെക്കാതെ, ഒരു മണിക്കൂർ പോലും മാറ്റിവെക്കാതെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ പാലക്കാട്ടേക്ക് എത്തിക്കുകയും വളരെ വിശദമായ ഒരു വാർത്താ സമ്മേളനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകുന്നേരം തെരഞ്ഞെടുപ്പ് പൊതുയോഗവും ഉണ്ട്. അതിലും EP വിശദമായ കാര്യങ്ങൾ തന്നെ പറയും. ഇനിയുള്ള ദിവസങ്ങൾ ഇങ്ങനെ സംശയങ്ങൾക്കോ ആശങ്കയ്ക്കോ പ്രവർത്തകർക്കിടയിൽ അഭ്യൂഹങ്ങളോ ഒന്നും ഉണ്ടാക്കാനുള്ള ദിവസമല്ല. 3-4 വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ഇനിയും പരസ്യ പ്രചാരണം അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ വിവാദം ഇവിടെ അവസാനിക്കണമെന്ന് CPM കരുതുന്നു. പക്ഷേ വിവാദം അവസാനിപ്പിക്കാനോ ഈ ചർച്ചകൾ അവസാനിപ്പിക്കാനോ കോൺഗ്രസും BJP-യും തയ്യാറാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ EP ജയരാജൻ വിവാദം വീണ് കിട്ടിയ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക്, അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു ആയുധമാണ്. അതുകൊണ്ട് അത് പരമാവധി ചർച്ചയാക്കുക എന്നതാണ്. ഇന്നലെ ഈ വോട്ടെടുപ്പ് ദിവസം വന്നെങ്കിൽ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ പാലക്കാടിൽ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധമാണ്. അതുകൊണ്ട് പ്രതിപക്ഷം ആ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവും. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെയും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെയും റോഡ് ഷോ ഉണ്ട്. സ്വാഭാവികമായും അവരൊക്കെ ഈ വിഷയം ഉയർത്തിക്കാട്ടും.
ശ്രീജിത്ത്, ഇന്ന് പ്രതിപക്ഷ BJP UDF BJP ക്യാമ്പുകളുടെ ഇന്നത്തെ പ്രചരണ പരിപാടി എങ്ങനെയാണ്? PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ഒക്കെ അണിനിരക്കുന്ന റോഡ് ഷോ മറുപടിയായിട്ട് BJPയുടെ പരിപാടികൾ എങ്ങനെയാണ് ഇന്നത്തെ ക്യാമ്പയിൻ ദിവസം?